distinguish between federalism and federation and confederation. So confederation is a loose federation of independent sovereign states joined together for the realization of a common end. ഒരു പൊതുവായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ലൂസ് ഫെഡറേഷനുകളെയാണ് എന്ത് വിളിക്കുക നമ്മൾ? കോൺഫെഡറേഷനുകളെന്ന് പറയും. The federating units, that is state, have sovereignty and international status. ഇവിടുത്തെ ഫെഡറേറ്റിംഗ് ഒരു കോൺഫെഡറേഷനിൽ ഫെഡറേറ്റിംഗ് യൂണിറ്റുകൾ നമ്മൾ വിളിക്കുന്നത് സ്റ്റേറ്റുകളെന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റുകൾക്ക് പരമാധികാരവുമുണ്ട്, അതുപോലെ തന്നെ അന്തർദേശീയപരമായിട്ടുള്ള പദവി ഇവർക്കുണ്ടാകും. ആബ്സെൻസ് ഓഫ് എ കോമൺ ഗവൺമെൻറ് ഈസ് എ ഫീച്ചർ ഓഫ് കോൺഫെഡറേഷൻ. അവർക്ക് എന്തുണ്ടാവില്ല? ഒരു പൊതുവായ ഗവൺമെൻറ്റിൻ്റെ അഭാവം എവിടെയുണ്ട്? ഒരു കോൺഫെഡറേഷനകത്ത് ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എഗ്രിമെൻറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് കോൺഫെഡറേഷൻ. ഒരു ഭരണഘടനയ്ക്ക് പകരം ഒരു കോൺഫെഡറേഷനകത്ത് എന്താണ്? ഒരു കോമൺ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രവർത്തിക്കുക ചെയ്യുന്നത്. എ കോൺഫെഡറേഷൻ മേ ബി എ പ്രോഡക്റ്റ് ഓഫ് മ്യൂച്വൽ ബെനിഫിറ്റ് ഓഫ് സ്റ്റേറ്റ്. അതായത് കോൺഫെഡറേഷൻ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റുകളുടെ പരസ്പരമുള്ള പങ്കാളിത്തത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കേൾക്കുന്നത്. അതായത് ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നു? ഒരു കോമൺ എൻഡിന് വേണ്ടിയിട്ട്, ഒരു കോമൺ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ലൂസ് സ്റ്റേറ്റുകളെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു. സോ നൗ ഡേയ്സ് നോ ഐഡിയൽ കോൺഫെഡറേഷൻ ഈസ് എക്സിസ്റ്റിംഗ്. ഇതെന്തില്ല? യഥാർത്ഥത്തിലുള്ളൊരു കോൺഫെഡറേഷൻ എന്ത് ചെയ്യുന്നില്ല? നിലനിൽക്കപ്പെടുന്നില്ല. സോ ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദാറ്റ് സ്വിറ്റ്സർലൻഡ് ഷാൽ ബി എ കോൺഫെഡറേഷൻ. എന്നാൽ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺഫെഡറേഷൻ ആണെന്നാണ്. റൈറ്റ് ടു സെപ്പറേറ്റ് ഫ്രം ദ ഫെഡറൽ മെയിൻ സ്ട്രീം ഈസ് എ സ്പെഷ്യൽ പ്രിവിലേജ് ഗിവൺ ടു ദ സ്റ്റേറ്റ്സ് ഇൻ കോൺഫെഡറേഷൻ. ഈ കോൺഫെഡറേഷനകത്ത് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ പവർ ടു സെപ്പറേറ്റ് ഫ്രം ദ ഫെഡറൽ മെയിൻ സ്ട്രീം. ഫെഡറൽ മെയിൻ സ്ട്രീമിൽ നിന്നും എന്ത് ചെയ്യാൻ? വേർവിട്ട് പോകുവാനുള്ള അധികാരം എപ്പോഴും ആർക്കുണ്ട്? ഈ കോൺഫെഡറേഷനുകൾക്ക് ഉണ്ട്. ഇനി എ ഫെഡറേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് നോൺ സോവറിൻ സ്റ്റേറ്റ്സ് എമേർജിങ് ഫ്രം എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇനി ഫെഡറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോൺ സോവറിൻ സ്റ്റേറ്റുകളുടേതായിട്ടുള്ള ഒരു യൂണിയനാണ്. അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാകുന്നത്? ഫെഡറേഷനുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഫെഡറേഷൻ ഉണ്ടാകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടുത്തെ സ്റ്റേറ്റുകളെന്ന് പറയുന്നത് നോൺ സോവറിൻ സ്റ്റേറ്റുകളാണ്. എന്നാൽ കോൺഫെഡറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലല്ല, നേരെ മറിച്ച് എഗ്രിമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അവിടെ ഈ കോൺഫെഡറേഷനിലെ രാജ്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോവറിൻ സ്റ്റേറ്റുകൾ ആയിരിക്കും. എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ആക്ട് ആസ് ദ കോർഡിനേറ്റർ ഇൻ എ ഫെഡറേഷൻ. ഒരു ശക്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് കാണും. അപ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ആ ഫെഡറേഷനുകളെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദസ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെഡറേഷൻ ആൻഡ് കോൺഫെഡറേഷൻ. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഫെഡറേഷനും കോൺഫെഡറേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയപ്പെടുന്നത് കോൺഫെഡറേഷൻ എല്ലായ്പ്പോഴും ഇൻഡിപെൻഡൻറ്റ് സോവറിൻ സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. എന്നാൽ ഫെഡറേഷൻ എന്ന് പറയപ്പെടുന്നത് എന്താണ്? നോൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ സോവറിൻ സ്റ്റേറ്റുകളുടെ യൂണിയൻ ആയിരിക്കും. ഇനി ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ കോൺഫെഡറേഷനിൽ പ്രവർത്തിക്കുന്നത് എന്താ? ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്താ? ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഒരു കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? കോൺഫെഡറേഷൻ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഫെഡറേഷൻ എന്ന് പറയപ്പെടുന്നത് അതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം.